കേന്ദ്ര ഗവൺമെന്റ് ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കുകയാണ്. വയനാട്ടിലെ ജനങ്ങളോട് വലിയ കടുത്ത അനീതിയാണ് കാട്ടിയിട്ടുള്ളത്. വാസ്തവത്തിൽ ഇത്രയും ആളുകൾ മരിച്ചിട്ട്, നൂറുകണക്കിന് ആളുകൾ മരിച്ചിട്ട് പ്രധാനമന്ത്രി അവിടെ നേരിട്ട് വന്നത് കണ്ടതാണ്. ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ സഹായിക്കാനും അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനും ഒക്കെയായി പണം അനുവദിക്കേണ്ടതാണ്. ദുരന്ത നിവാരണത്തിന് വേണ്ടി എല്ലാ സംസ്ഥാനങ്ങൾക്കും ലഭിക്കുന്ന പണത്തിന്റെ ഒരു അംശം നമുക്ക് തരുന്നു എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇതൊരു സ്പെഷ്യൽ പാക്കേജ് കേന്ദ്ര ഗവൺമെന്റ് തരേണ്ടതാണ്. ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതാണ്. അതൊന്നും ചെയ്യാതെ കേന്ദ്ര ഗവൺമെന്റ് തനി രാഷ്ട്രീയം കളിക്കുകയാണ്. ഇത് വലിയ തെറ്റാണ്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. വയനാടിന്റെ പുനരധിവാസത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേകമായ തുക അനുവദിക്കാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. ഈ കത്ത് 13-ാം തീയതി ഒപ്പുവെച്ച്, അതായത് ഈ റിട്ടേൺ അയക്കേണ്ട കത്ത് 13-ാം തീയതി ഒപ്പുവെച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ അത് കൈകളിലേക്ക് എത്തിയുള്ളൂ എന്നാണ് പറയുന്നത്, നേതാക്കളുടെ കൈകളിലേക്ക് എത്തിയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അതിനകത്തൊരു രാഷ്ട്രീയമായി തീർച്ചയായിട്ടും അതിനകത്ത് രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. വയനാട്ടിലെ ജനങ്ങൾ നേരിട്ട ഈ ദുരന്തം അവരെ സഹായിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യത്വപരമായ കാര്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് അക്കാര്യത്തിൽ രാഷ്ട്രീയം കളിക്കുന്നത് അവസാനിപ്പിക്കണം. ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി പ്രത്യേക പാക്കേജ് അനുവദിക്കണം. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുകയും വേണം. ഈ സംസ്ഥാനത്തിന് കൃത്യമായ സഹായം ലഭിക്കാത്തതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഒരു വീഴ്ചയുണ്ടോ? അത് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളോട് പ്രധാനമന്ത്രി വന്ന് കണ്ടതല്ലേ, ഈ ദുരന്തം നേരിട്ട് കണ്ടതല്ലേ. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് അതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ കൊടുത്തുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനുവദിക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ്. അവരത് അനുവദിക്കാതിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. ഒരിക്കലും കേന്ദ്രത്തിന്റെ ഈ നടപടിയോട് യോജിക്കാൻ കഴിയില്ല. മഹാരാഷ്ട്ര ഇലക്ഷനിലേക്ക് പോവുകയാണ്. ഇത്തവണ മുൻപൊന്നുമില്ലാത്തൊരു ഐക്യം. അതെ, കോൺഗ്രസിൽ പരിപൂർണമായി ഐക്യമുണ്ട്. കോൺഗ്രസ് ശിവസേനയും എൻസിപിയും ചേർന്ന മഹാവികാസ് അഘാഡിയിൽ പൂർണ്ണ ഐക്യമുണ്ട്. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. മഹാവികാസ് അഘാഡിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് മഹാരാഷ്ട്രയിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. വളരെ അനുകൂലമായ സാഹചര്യമാണ് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. ഈ അവസാന കണക്കുകളിൽ എത്ര സീറ്റ് വരെ പോകാം? അല്ല, നല്ല കംഫർട്ടബിൾ മെജോറിറ്റി കിട്ടത്തക്ക നിലയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. രാഹുൽ ഗാന്ധി എന്ന് പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾ വലിയ തോതിലുള്ള സ്വീകാര്യത ജനങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മീറ്റിംഗിൽ വൻ ജനക്കൂട്ടമാണ്. പക്ഷേ ഇന്നലെ മുംബൈയിലുള്ള പ്രധാനമന്ത്രിയുടെ റാലിയിൽ ആളില്ലായിരുന്നു എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആള് കുറവായിരുന്നു, ആളില്ലായിരുന്നു. അപ്പോൾ മോഡിയുടെ ഒരു പ്രഭാവം ഇവിടെ ഇല്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന കാര്യമാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ബോംബെ റാലി എന്ന് പറയുന്നത്.